ബ്രൗൺ സ്കിൻ ടോൺസിനെ പറ്റിയ ഒരു സോഫ്റ്റ് ഗ്ലാ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം പ്രൈമർ അപ്ലൈ ചെയ്യാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടുള്ള പ്രൈമർ തന്നെ യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൺസീലർ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ഡയറക്ട്ലി ഫൗണ്ടേഷൻ തന്നെ അപ്ലൈ ചെയ്യാണ്. ബട്ട് നിങ്ങൾക്ക് നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ കറക്റ്റോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കൺസീലറോ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ നല്ല ഈവൻ ആയിട്ട് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് ഞാനൊരു കൺസീലർ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം വലിയ ബ്രഷ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തൊന്നും പ്രോഡക്റ്റ് എത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത ബ്ലഷ് ആണ് യൂസ് ചെയ്യുക. ഞാനൊരു ലിപ്പ് ആൻഡ് ചീക്ക് വാട്ടർ ടിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലഷ് ആണ് ഇത്. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ ഇത് കാണും. അതുപോലെ ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആയി ഫേസിൽ പെട്ടെന്ന് തന്നെ സെറ്റ് ആവും. ഈ ഒരു ടിന്റ് നല്ല അഫോർഡബിൾ ആണ്. അതുപോലെ എല്ലാ സ്കിൻ ടോൺസിനും കോംപ്ലിമെന്റ് ചെയ്യും. എസ്പെഷ്യലി ടസ്കി ഡീപ്പ് സ്കിൻ ടോണിനൊക്കെ നല്ല രീതിക്ക് കോംപ്ലിമെന്റ് ചെയ്യും. ഇത് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും ലിപ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു മൾട്ടി ടാസ്കർ പ്രോഡക്റ്റ് ആണ്. അപ്പോഴത്തേക്കും കണ്ണിന്റെ മേളിൽ ക്രീസസ് ഒക്കെ ഫോം ആയിട്ടുണ്ടാവും. അത് ജസ്റ്റ് കൺസീലർ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് പൗഡർ പഫ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള പൗഡർ ബ്രഷ് വെച്ചിട്ട് ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഐലൈനർ ആണ്. ഐലൈനർ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. കാരണം കണ്ണിന് കാഴ്ച കുറവാണ്. ലെൻസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് മസ്കാര അപ്ലൈ ചെയ്തു. മസ്കാര വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തത്. എനിക്ക് നാച്ചുറലി തിക്ക് ഐബ്രോസ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. എന്നാൽ കൂടി ഒന്ന് ഒതുങ്ങി കുറച്ച് ബോൾഡായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ഇങ്ങനെ മസ്കാര വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ് ലാൻഡർ ഞാൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. മാക്കിൻ്റെ ലിപ് ലാൻഡർ ആണ്. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലിപ് ലാൻഡർ ആണിത്. അത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാക്കിൻ്റെ തന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്യാണ്. എൻ്റെ കളക്ഷനിലുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആൻഡ് ഷെയ്ഡാണിത്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ബെറി റെഡ്, എന്താ പറയുക, നല്ലൊരു ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹൈലൈറ്റർ ആണ്. നിങ്ങളുടെ ചീക്സിൻ്റെ നോസിൻ്റെ ഒക്കെ ഹൈ പോയിന്റ്സിലൊക്കെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹൈലൈറ്റർ ആണ്. നല്ലൊരു ഗോൾഡ് ഷിമ്മറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺസിനൊക്കെ നല്ല രീതിക്ക് കോംപ്ലിമെന്റ് ചെയ്യും. പിന്നെ താഴത്തെ ലാഷസിൽ കൂടെ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഐസ് ഒന്ന് ഓപ്പൺ ആയ ഒരു ഫീൽ നമുക്ക് തോന്നും. പിന്നെ ഐ ലൂബ്രിക്കൻ്റ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐലൈനർ പക്ഷേ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ബേസ് പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്രോഡക്ട്സിന്റെ ലിങ്ക് വേണമെന്നുള്ള ഒരു ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി.